സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും സജീവമാകുകയാണ്. വടക്കൻ കേരളത്തിൽ ഇന്ന് മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ സൂചന. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ ഹരികൃഷ്ണൻ, യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലാണ് മഴയ്ക്ക് ഇന്ന് കൂടുതൽ സാധ്യത? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ കാലവർഷം സജീവമാകുന്നതോട് തന്നെ സംസ്ഥാനത്ത് ഈ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും അവസാനമായ മുന്നറിയിപ്പിൽ വന്നിരിക്കുന്നത്. 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വടക്കൻ കേരളത്തിലെ 4 ജില്ലകളാണ്. അതായത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 9 ജില്ലകളിലും ഇത്തരത്തിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ കള്ളക്കടൽ പ്രതിഭാസം അത് തുടരും. ഇന്നത്തെ ഒരു മുന്നറിയിപ്പിൽ ഇന്ന് രാത്രി 11:30 വരെ ഈ കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നതിനാൽ ഈ തീരദേശവാസികളും അതേപോലെ തന്നെ അതിൻ്റെ സമീപത്ത് താമസിക്കുന്നവരുമൊക്കെ അതേപോലെ വിനോദത്തിനായി ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. സമുദ്രസ്ഥിതി പഠന ഗവേഷണത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ചാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതേപോലെ തന്നെ ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. അതേപോലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി അടുത്ത 5 ദിവസം മഴ ശക്തമാകാനുള്ള സാധ്യത ഉണ്ടെന്നും കൂടി കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും അവസാന മുന്നറിയിപ്പിൽ ഈ അടുത്ത 3 മണിക്കൂറിൽ ഈ വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ നിർദ്ദേശം പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.